മഞ്ഞുമലയും വനവും നദിയുമുള്ള ഈ സുന്ദര പ്രദേശവും കത്തിക്കരിഞ്ഞ മരങ്ങളുള്ള ഈ വനപ്രദേശവും ഒരേ സ്ഥലത്തു തന്നെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമസ്കാരം, ലൈഫ് ട്രാവൽ ഇവൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബാൻഫിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ലോകത്തിലെ ഏറ്റവും മനോഹരമായ റോഡുകളിലൊന്നായ ഐസ്ഫീൽഡ് പാർക്ക്വേയിലൂടെ നമ്മൾ ജാസ്പറിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പച്ചയണിഞ്ഞ വനങ്ങൾ, മഞ്ഞുമൂടിയ മലനിരകൾ, നീല തടാകങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ എന്നിവയെല്ലാം കണ്ടുകൊണ്ടാണ് ഈ യാത്ര. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് അതബാസ്ക ഗ്ലേഷ്യറിൻ്റെ ഭാഗമായ കൊളംബിയ ഐസ്ഫീൽഡിൻ്റെ ഭാഗങ്ങളിലൂടെയാണ്. 10,000-ലധികം വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ ഗ്ലേഷ്യർ. ഇതിനടുത്തായി സൺവാപ്ത വാലിയുടെ കാഴ്ചകളിലേക്ക് ഒരു സ്കൈ വാക്കുമുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ അതബാസ്ക നദിയുടെ അരികിലായി മനോഹരമായ ഒരു വ്യൂ പോയിന്റും ഉണ്ട്. ചെറുതെങ്കിലും മനോഹരവും ശാന്തവുമായ ഒരു പട്ടണമാണ് ജാസ്പർ. മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ പട്ടണത്തിൽ പഴയ രീതിയിലുള്ള മനോഹരമായ വീടുകൾ, ചെറു ഷോപ്പുകൾ, കഫേകൾ എന്നിവയെല്ലാം കാണാം. ജാസ്പർ പട്ടണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ലോകപ്രശസ്ത റോക്കി മൗണ്ടനെയർ ട്രെയിനിൻ്റെ പ്രധാന സ്റ്റോപ്പുകളിൽ ഒന്നാണിത്. പഴയ കാലത്തിൻ്റെ ചരിത്ര സ്മരണികയായി പ്രൗഢമായ ഒരു ആവി എഞ്ചിൻ ഈ സ്റ്റേഷനു മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് അതബാസ്ക നദിയിലൂടെയുള്ള ഒരു റിവർ റാഫ്റ്റിങ്ങിനാണ്. കുട്ടികൾക്കൊപ്പം കുടുംബമായി പോകാവുന്ന അധികം സാഹസികമല്ലാത്ത ഒരനുഭവമാണ് അതബാസ്ക നദിയിലൂടെയുള്ള ഈ റിവർ റാഫ്റ്റിംഗ്. അതബാസ്ക നദിയിലെ തണുത്ത വെള്ളത്തിലെ ചെറു ഓളങ്ങളിലൂടെയുള്ള റിവർ റാഫ്റ്റിംഗ് മനോഹരമായ ഒരു അനുഭവമായിരുന്നു. ആവേശവും ചെറിയൊരു ഭയവും സന്തോഷവുമെല്ലാം കൂടിക്കലർന്ന ഒരു അനുഭവം. 2024 കാട്ടുതീയിൽ കരിഞ്ഞുപോയ നദിക്കരിയിലെ മരങ്ങൾ ഇനിയും പച്ചപ്പണിയാത്തത് യാത്രയുടെ ശോഭ അല്പം കെടുത്തി. വേനൽക്കാലത്ത് പച്ചപ്പണിഞ്ഞു സുന്ദരിയാകേണ്ടിയിരുന്ന ജാസ്പറിൻ്റെ കാഴ്ചകൾ ഇപ്പോൾ ദുഃഖകരമാണ്. 2024 ജൂലൈയിലുണ്ടായ തീപിടുത്തത്തിൽ കരിഞ്ഞുണങ്ങിപ്പോയ മരങ്ങൾ ഇപ്പോഴും പച്ചപ്പണിഞ്ഞിട്ടില്ല. ജാസ്പർ ദേശീയോദ്യാനത്തിലെ ഏക്കർ കണക്കിന് മരങ്ങളാണ് ഈ കാട്ടുതീയിൽ വെന്തിരിഞ്ഞത്. അടുത്തതായി നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ജാസ്പറിലെ ഹൈലൈറ്റുകളിലൊന്നായ അതബാസ്ക വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളിലേക്കാണ്. ജാസ്പർ നാഷണൽ പാർക്കിലെ അതബാസ്ക നദിയിൽ സ്ഥിതി ചെയ്യുന്ന 23 മീറ്റർ ഉയരവും 18 മീറ്റർ വീതിയുമുള്ള ഒരു വെള്ളച്ചാട്ടമാണ് അതബാസ്ക ഫോൾസ്. പാർക്കിങ്ങിൽ നിന്നും കുറച്ചുനേരം മുന്നോട്ട് നടന്നാൽ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിന്റിലേക്കെത്താം. വലിപ്പമല്ല, പാറയിലൂടെ കുത്തിയൊലിച്ചൊഴുകുന്ന ജലത്തിൻ്റെ ശക്തിയാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആകർഷണം. ഇവിടുത്തെ തദ്ദേശീയരുടെ ഗോത്രഭാഷയിൽ വെളുത്ത ജലം എന്നാണ് അതബാസ്ക എന്ന വാക്കിനർത്ഥം. ഇവിടെ അതബാസ്ക നദി വലിയ ശക്തിയിൽ ശബ്ദത്തോടെ പാറക്കെട്ടിലൂടെ താഴേക്ക് വീഴുന്നു. ഇതിൻ്റെ ഫലമായി പാറയിൽ ഇറോഷൻ സംഭവിച്ച് നിരന്തരമായി രൂപമാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. വേനൽക്കാലത്ത് പച്ചപ്പണിഞ്ഞ മലകളുടെ പശ്ചാത്തലത്തിലുള്ള അതബാസ്കയുടെ ദൃശ്യം വളരെ മനോഹരമാണ്. ജാസ്പറിലൂടെയുള്ള യാത്ര അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ചു പോകുകയാണ്. ജാസ്പറിലെ ചില മനോഹര പ്രദേശങ്ങൾ കാണാതെയാണ് ഈ തിരിച്ചുപോക്ക്. മലൈൻ ലേക്കും സ്പിരിറ്റ് ദ്വീപും, മിയറ്റ് ഹോട്ട് സ്പ്രിംഗ്, പിരമിഡ് മൗണ്ടൻ, ജാസ്പർ സ്കൈ ട്രാം എന്നിങ്ങനെ നിരവധി മനോഹര കാഴ്ചകൾ ഇനിയും ജാസ്പറിലുണ്ട്. മറ്റൊരു യാത്രയിൽ ഈ സുന്ദര പ്രദേശങ്ങൾ കൂടി സന്ദർശിക്കാമെന്ന പ്രതീക്ഷയോടെ ജാസ്പറിൽ നിന്നും വിടവാങ്ങുന്നു. ഗുഡ് ബൈ.